മലയാളം ബിഗ് ബോസ് മത്സര ചരിത്രത്തിൽ രണ്ടാമതായി കപ്പുയർത്തിയ വനിത അനുമോൾ. മിനി സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയാണ് ഈ താരം. കഴിഞ്ഞ ദിവസം നടന്ന ഫൈനൽ റൗണ്ടിൽ അനീഷിനും ഷാനവാസിനുമൊപ്പം അനുമോൾ എന്ന പെൺകരുത്തും കൂടിയുണ്ടായി. ഒടുവിൽ അവതാരകൻ മോഹൻലാലിന്റെ കയ്യിൽ നിന്നും കപ്പ് ഏറ്റുവാങ്ങുമ്പോൾ അനുമോളുടെ മിഴികൾ നിറഞ്ഞു. അതിനു മുൻപേ അനുമോളുടെ കണ്ണു നിറയ്ക്കുന്ന സംഭവങ്ങൾ പലതും ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറി. 16 ലക്ഷത്തിന്റെ PR വർക്കിന്റെ പിൻബലത്തിലാണ് തലസ്ഥാനത്ത് നിന്നും വണ്ടി കയറിയ ഈ യുവതി മത്സരിച്ചു നിൽക്കുന്നതെന്ന രൂക്ഷ പ്രതികരണം. ഈ പ്രചാരണം കൊഴുക്കുമ്പോൾ തന്നെ അനുമോൾ എന്ന മത്സരാർത്ഥി ശക്തിയായി മുന്നേറുന്ന കാഴ്ച പ്രേക്ഷകരും കണ്ടു. ബിഗ് ബോസ് വിജയിയായി കപ്പെടുത്ത ശേഷം അനുമോൾ ആദ്യമായി നൽകിയ അഭിമുഖം അഞ്ജന നമ്പ്യാർക്കൊപ്പം. ഇതിൽ താൻ ഒരുപാട് ജീവിതം പഠിച്ച, വെല്ലുവിളികൾ നേരിട്ട ബിഗ് ബോസ് വീട്ടിലെ അനുഭവങ്ങൾ അനുമോൾ എണ്ണമിട്ട് പറഞ്ഞു. പെരിയാർ എന്ന് ബിഗ് ബോസ് വീട്ടിൽ തന്നെ തമാശ രൂപേണ വിളിക്കപ്പെട്ട PR വർക്കിൽ അനുമോളും ഭാഗമായിരുന്നു എന്നാണ് ചോദ്യം. അതേക്കുറിച്ച് ഒളിയും മറയുമില്ലാതെ സംസാരിക്കാൻ അനുമോൾക്ക് ഭയമില്ല. ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയം മുതലേ PR എന്ന് പറഞ്ഞ് പലരും കളിയാക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ചിരിച്ചു തള്ളി. PR ഇല്ല എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഇവിടെ വരുന്നതിനു മുൻപേ പലർക്കും PR ഉണ്ടെന്ന കാര്യം എനിക്കറിയാമായിരുന്നു. അത് ഞാൻ എവിടെയും വിളിച്ചു പറഞ്ഞില്ല. PR ഉണ്ടായിരുന്നവർ പോലും എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. നിരവധി പേർ സോഷ്യൽ മീഡിയ PR ചെയ്യുന്ന കാര്യം അന്വേഷിച്ച് വിളിച്ചിരുന്നു. ചിലർ പണം തരേണ്ട എന്ന് പറഞ്ഞുപോലും രംഗത്തു വന്നു. ബിഗ് ബോസിൽ വന്ന് ഞാൻ വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് ഒന്നും ചെയ്യാതിരുന്നാൽ PRന് എന്നെ വിജയിപ്പിക്കാൻ കഴിയില്ല. ഇനി 50 ലക്ഷം കൊടുത്താലും ജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. ഇവിടെ വരുന്നതിന് മുൻപേ എനിക്ക് എത്ര ദിവസം വരെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. എന്റർടൈനർ ആയി നിൽക്കാം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഗെയിമിനുള്ളിൽ അതെല്ലാം മാറി. ഞാൻ ആ വീട്ടിൽ ശരിക്കും ജീവിക്കുകയായിരുന്നു. എനിക്ക് PR ഉണ്ട്. അതേക്കുറിച്ച് പറയുന്നതിൽ വിഷമമില്ല. ഈ പറയുന്നത് പോലെ 15-16 ലക്ഷം വാരിക്കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. എനിക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു.